മന്ത്രിപദവി വാഗ്ദാനം ചെയ്ത് എലത്തൂർ എം.എൽ.എ. വിദ്യാ ബാലകൃഷ്ണനിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ പ്രതികളെ കോഴിക്കോട് എത്തിച്ചു. ഡൽഹി സ്വദേശികളായ നിതിൻ കുമാർ, ഗൗരവ് എന്നീ പ്രതികളെയാണ് കോഴിക്കോട്ടെ സൈബർ സ്റ്റേഷനിൽ എത്തിച്ചത്. ഉത്തർപ്രദേശ് ഡൽഹി അതിർത്തിയിൽ വെച്ചാണ് പ്രതികളെ കേരള പോലീസ് പിടികൂടിയത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മുബാറക് വിവരങ്ങളുമായി ചേരുകയാണ്. മുബാറക്, എന്തായാലും ഗൗരവകരമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് അവർ നടത്തിയത്. ആ പ്രതികളെ ഇപ്പോൾ കോഴിക്കോടേക്ക് എത്തിച്ചിരിക്കുകയുമാണ്. ഇവരെ മറ്റ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്കൊക്കെ എപ്പോഴാകും ഇനി കടക്കുക? സ്വാതി, ഇന്ന് പുലർച്ചെയായിരുന്നു കോഴിക്കോട് സൈബർ സ്റ്റേഷനിലേക്ക് ഈ പ്രതികളെ എത്തിച്ചിട്ടുള്ളത്. അതായത് എലത്തൂർ എം.എൽ.എ. ആയിട്ടുള്ള വിദ്യാ ബാലകൃഷ്ണന് മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി 3 കോടി രൂപ തട്ടിയെടുക്കാൻ എന്നുള്ളതായിരുന്നു ഇവരുടെ ശ്രമം. ഡൽഹി സ്വദേശിയായിട്ടുള്ള നിതിൻ കുമാർ, അതുപോലെ ഗൗരവ് എന്ന് പറയുന്ന 2 ചെറുപ്പക്കാരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ജൂലൈ 6-ാം തീയതി 2 മണിക്കായിരുന്നു, ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു വിദ്യാ ബാലകൃഷ്ണന് ഇത്തരത്തിലൊരു കോൾ വന്നത്. അതായത് വയനാട് എം.പി. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് പേഴ്സണൽ സെക്രട്ടറി ആണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു വ്യാജ കോൾ. തുടർന്ന് 3 കോടി രൂപ ആവശ്യപ്പെടുകയായിരുന്നു. അതായത് മന്ത്രിസഭാ പുനഃസംഘടന വരുന്നുണ്ട്, അതിന്റെ ഭാഗമായി മന്ത്രിസ്ഥാനം നൽകും, 3 കോടി രൂപ നൽകണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിൽ സംശയം തോന്നിയാണ് ജൂലൈ 11-ാം തീയതി വിദ്യാ ബാലകൃഷ്ണൻ സൈബർ പോലീസ് ഓഫീസിൽ പരാതി നൽകുന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ എത്രയും വേഗം തന്നെ പോലീസിന്റെ അന്വേഷണം പൂർത്തിയായി എന്നുള്ളതാണ്. കാരണം പ്രതികളെ പിടികൂടാൻ സാധിച്ചു. ഇന്ന് രാവിലെ തന്നെ കോഴിക്കോട് സൈബർ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് 10:30-ഓടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദീകരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. സ്വാതി.